ലിസബത്ത് സോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ശരിക്കും നഷ്ടബോധമുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയാണ് ഞാൻ അറിയുന്നത് മത്തങ്ങയുടെ തോല് വെച്ചിട്ട് നമുക്ക് നല്ല ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്തോരം മത്തങ്ങയുടെ തോലാണ് വെറുതെ കളഞ്ഞിരിക്കുന്നത്. കാരണം ആ മത്തങ്ങയുടെ തോല് വെച്ച് അരയ്ക്കുന്ന ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ്. അതുതന്നെയല്ല, എന്ത് ഈ ചമ്മന്തിയാന്ന് പോലും നമുക്കിത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം നല്ല ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നി ആയിരിക്കും. ഇത് പല രീതിയിൽ തയ്യാറാക്കാം. പക്ഷെ ഞാൻ ഈ തയ്യാറാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ ധാരാളം ഗുണങ്ങളുള്ളതാണ് ഈ മത്തങ്ങയ്ക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇനി നിങ്ങൾ മത്തങ്ങയുടെ തോല് കളയരുത്. അപ്പോൾ എനിക്ക് ഇനിയൊരു സംശയമുണ്ട്, നിങ്ങളിനി മത്തങ്ങ വാങ്ങും, തോലെടുക്കും, മത്തങ്ങ കളയും. അങ്ങനെ വരാനാണ് ഇനി ചാൻസ്. അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു മത്തങ്ങയുടെ കാൽ ഭാഗം എടുത്തിട്ട് അത് ചെറിയ പീസാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ സ്കിൻ എടുക്കാം. ഈ മത്തങ്ങയുടെ സ്കിന്ന് കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്കിതിൻ്റെ കുരുവും അതിൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ടും ചട്നി ഉണ്ടാക്കാൻ പറ്റും. അത് പിന്നീട് ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ബാക്കിയുള്ള പീസിൻ്റെ നമുക്ക് സ്കിൻ എടുക്കാം. അതിനുശേഷം ഞാനത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ പീസാക്കുമ്പം നമുക്കത് വേവിക്കാനും അതുപോലെ മിക്സിയിൽ അരയ്ക്കാനൊക്കെ എളുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് ഞാനതൊന്ന് ചെറുതാക്കുന്നത്. ഞാൻ ഈ മത്തങ്ങ നേരത്തെ കഴുകിയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി വേണമെങ്കിൽ സ്കിൻ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്കിത് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിനി ഇതിൻ്റെ തോല് വേവിക്കുകയാണ്. വേവിക്കാനായിട്ട് നമുക്ക് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചമ്മന്തിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓൾറെഡി മത്തങ്ങയുടെ തോലുണ്ട്, പിന്നെ കുറച്ച് വാളംപുളി ഏകദേശം ഒരു കണക്കിനെടുക്കുക. കുറവാണെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഞാനിവിടെ എരിവിനായിട്ട് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും എടുക്കാം, പച്ചമുളകോ ഉണക്കമുളക് ഏത് വേണമെങ്കിലും. ഉണക്കമുളക് എടുക്കുകയാണെങ്കിൽ അതൊന്ന് ചുട്ടിട്ട് എടുക്കുക എന്ന് പറയില്ലേ, വറുത്തോ ചുട്ടോ അങ്ങനെ വേണം എടുക്കാനായിട്ട്. പിന്നെ ഒരു കഷ്ണം ചുവന്നുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ, വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വെള്ളവും. ഈ പച്ചമുളകിൻ്റെ സ്ഥാനത്ത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി പാൻ അടുപ്പ് വയ്ക്കുക. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടാണ്. അപ്പോൾ ഓയിൽ ചൂടായോന്നറിയാൻ വേണ്ടിയിട്ട് പേരിന് നമ്മൾ 3-4 കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മത്തങ്ങയുടെ തോല അതിലേക്ക് ചേർത്ത് കൊടുക്കാം, കൂടെ വാളംപുളി. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കുക. ഒത്തിരി വരണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിക്കുക. പോരാൻ തോന്നുവാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അതിൻ്റെ തൊലി നല്ലതുപോലെ വേവണം. അടച്ചു വെച്ച് തന്നെ നമുക്കിത് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഇതൊന്ന് തുറന്ന് നോക്കണം, എന്നിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്തായാലും ഇതിൻ്റെ തൊലി നല്ലതുപോലെ വേവണം. ഞാൻ ആദ്യം ഉപ്പിടാൻ മറന്നുപോയി. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നീട് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി ഇതിൻ്റെ തോല് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാട്ടോ നമ്മൾ അരയ്ക്കുന്നത്. ഇതിൻ്റെ വേവിച്ച തോലും പിന്നെ കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ. ഉപ്പ് എന്തായാലും ഇപ്പോൾ ചേർക്കണ്ട, നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അരയ്ക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് 2 തവണ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണം അരയ്ക്കേണ്ടത്. ഇപ്പോൾ ഒരു പൊടിക്ക് വെള്ളമയം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ.
ഈ അരയ്ക്കണ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഉപ്പും കൂടി നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളി വേണമെന്നുണ്ടെങ്കിലും കുറച്ച് ഈ സമയത്ത് അരയ്ക്കണ കൂട്ടത്തിൽ തന്നെ പുളിയും ചേർത്ത് കൊടുക്കുക. 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് വീണ്ടും അരയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് അരയണം. കാരണം എൻ്റെ നല്ല ഡ്രൈ ആയിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി താമസം അരയാൻ. ഒരു പൊടിക്ക് വെള്ളമായുണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് പെട്ടെന്ന് അരയുന്നു. അങ്ങനെ ചമ്മന്തിയുടെ അരയൊക്കെ കഴിഞ്ഞു. പാകത്തിന് ഉപ്പ് പുളി എല്ലാം ഉണ്ട്, എരിവും ഉണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്, പറയാൻ പറ്റത്തില്ല. ശരിക്കും നഷ്ടബോധം തന്നെയാണ് ഇത്രയും കാലം നമ്മളിത് അറിയാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട്. ഈ ധാരാളം ഗുണങ്ങളുള്ളതാണ് ഈ മത്തങ്ങയ്ക്ക്. അതിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. പിന്നെ ചമ്മന്തി അരയ്ക്കുമ്പം വെണ്ണ പോലെ അരയ്ക്കരുത് കേട്ടോ. ഒരു ചമ്മന്തിക്ക് സാധാരണ നമ്മൾ അരയ്ക്കാറുണ്ടല്ലോ, തേങ്ങാ ചമ്മന്തിയൊക്കെ, ആ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.